ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എന്നെ സത്യത്തിൽ നിങ്ങൾ മറന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ലോങ് വീഡിയോസ് ഇടാറില്ല, ഷോർട്ട് വീഡിയോസ് ഇടാറില്ല, ഒന്നും ഇടാറില്ല. പ്രഗ്നൻസി റിവീൽ ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു വിവരമോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മളെ തമ്മനെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പ്രഗ്നൻസിയിലുള്ള എൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് സബ് കോറിയോണിക് ഹെമറേജ്, വലിയ പേരാണ്. ഓക്കെ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പിന്നെ PCOD, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ അതാണ് പറയാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 3 മന്ത്സിലോട്ടാട്ടോ കിടക്കുന്നത്. 3 മന്ത്സ് ആവും. അപ്പോൾ എനിക്ക് ഒരു എല്ലാ പ്രഗ്നൻസിയും സെയിം അല്ലല്ലോ. അപ്പോൾ എനിക്ക് രാവിലെയൊക്കെ ഭയങ്കര ക്ഷീണമാവും. രാവിലെ ഉച്ചക്കൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ നമ്മൾ പറയാം എന്താ, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഓരോ ദിവസം വേറെ വേറെ ഇൻട്രസ്റ്റുകളാണ്. ചിലപ്പോൾ പെയിൻറ്റിങ്ങും ക്രാഫ്റ്റും അതും ഇതൊക്കെ വീഡിയോ എടുക്കണേക്കാളും കൂടുതൽ. അപ്പം നമ്മളുടെ ബേബിക്ക് എന്താണോ അതല്ലേ നമ്മൾ കൂടുതൽ നോക്കാം. അപ്പോൾ എനിക്കതൊരു വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് പിന്നെ നമ്മുടെ പ്രഗ്നൻസിയുടെ എല്ലാം ഒരു കണ്ടന്റ് ആക്കണം എന്നൊരു എനിക്ക് താല്പര്യമില്ല. നിങ്ങളെ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ അറിയിച്ച്. വേറെ എനിക്ക് അങ്ങനെ ഇല്ല. ഇപ്പം ഞാൻ കഴിക്കുന്ന അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്യുന്നതൊക്കെ കാണിക്കണം എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ വീഡിയോ ശരിക്കും എനിക്കതൊരു കണ്ടന്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെപ്പോലെ കുറേ പേർക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് 3 മന്ത്സിൽ, എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ സബ് കോറിയോണിക് ഹെമറേജ് കാണിക്കുന്നുണ്ടായിരിക്കും. മിക്ക സ്ത്രീകൾക്കും വരുന്നൊരു കണ്ടീഷനാണിത്. പിന്നെ PCOD ഇതിപ്പോൾ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിനൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസമായിരിക്കും. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഡോക്ടർ റെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് 3 മന്ത്സ് നല്ലോണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഒരു കുഞ്ഞ് ഷോർട്ട്സ് ഇതിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് അതിൽ കമൻറ്റ് ഇട്ട് ഞങ്ങളോടൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഇത്രയും ഇത് മാത്രം പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. അതിൽ ഒരു ആൾ കമൻറ്റ് ഇട്ട് ട്വിൻസ് ആണോ എന്നുള്ളത്. ട്വിൻസ് ഒന്നല്ല കേട്ടോ. പിന്നെ അതിൽ വേറൊരു കുട്ടിയുടെ കമൻറ്റ് ഞാൻ കണ്ടു. എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞൊരു സാധനം കണ്ടു. അപ്പം എന്നോട് ഡോക്ടർ പറയാൻ കാരണം ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് തന്നെയാണ്. അപ്പം ഞാൻ എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയിൽ. എന്താണിത്, പേടിക്കാനുള്ളതാണോ, എന്തൊക്കെയാണ് റിസ്ക് എന്നുള്ളതും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളതും എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നതും ഒക്കെ ഞാൻ പറയാം. ഇതാ സബ് കോറിയോണിക് ഹെമറേജ് എന്നുള്ളതുണ്ടായിരിക്കും. അതിപ്പോൾ നമ്മുടെ ബേബി ഇപ്പം എങ്ങനെയാണ് കിടക്കുന്നത്, ഒരു സാക്കിൻ്റെ ഉള്ളിൽ എന്ന് പറയാം അല്ലേ, ഫ്ലൂയിഡൊക്കെ നടന്നിട്ടുള്ള ഒരു സാക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ സാക്കിൻ്റെയും പ്ലസൻറ്റയുടെയും നടുക്കിലായിട്ട് കുറച്ച് ബ്ലഡ് ഇങ്ങനെ അടിഞ്ഞു കൂടി ഇരിക്കുന്ന കാണാം. ഓക്കെ, അതാണ് ആ ഒരു കണ്ടീഷനെ പറയുന്നത് സബ് കോറിയോണിക് ഹെമറേജ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു ചെറുതാക്കിയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇതാണ് ആ ഒരു കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്കാനിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കുട്ടി എത്ര വീക്സ് ആയി എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സ്കാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ സ്കാൻ ഉണ്ടായിരുന്നു. ഫുൾ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടാനുള്ള ഒരു സ്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കേട്ട ദിവസമാണ്. പിന്നെ അതിൽ ഒരു കണ്ട കാര്യമായിരുന്നു എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ളൊരു സാധനം. അതാണ് ഈ സബ് കോറിയോണിക് ഹെമറേജ്. വലിയ പേരാണ്, പക്ഷേ പേര് കേട്ടിട്ട് ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോഴേ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ കഥ പറഞ്ഞു തുടങ്ങാൻ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് PCOD ഉള്ള കാര്യം എനിക്ക് അറിയേയില്ലായിരുന്നു. കാരണം PCOD എന്ന് പറയണത് ഇപ്പം എൻ്റെ പീരിയഡ്സ് റെഗുലർ ആയിരുന്നു. എൻ്റെ പീരിയഡ്സ് അങ്ങനെ തെറ്റാറില്ല. പിന്നെ നമ്മളുടെ സിംറ്റംസ് പറയുന്നത് എന്തൊക്കെയാണ്, ഈ ഹെയർ ഫോള്, പിന്നെ ഫേസിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കുക, തടിക്കുക, പിമ്പിൾസ് വരാം. എനിക്കിതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ PCOD ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് PCOD ഉള്ള അറിയില്ല. പക്ഷേ ആ സ്കാനിൽ മനസ്സിലായി ബൈലാറ്ററൽ PCOD ആണ്. 2 സൈഡിലും PCOD ഉണ്ട്. ഇതുപോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. പക്ഷേ കൊച്ചിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും ഹാർട്ട് ബീറ്റ് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്, എല്ലാം കറക്റ്റാണ്. ഇത് മാത്രം ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. PCOD അത്ര പ്രഷറാക്കി പറഞ്ഞില്ല. ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് അപ്പം നമുക്ക് ഇല്ലാതാക്കണം. ബ്ലീഡിങ് നമുക്ക് മാറ്റണമല്ലോ. ഓക്കെ, ഇൻറ്റേർണൽ ബ്ലീഡിങ് മാറ്റാൻ നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കണം. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ആയിട്ടും, ചിലവർക്ക് ഇഞ്ചക്ഷൻ ആയിട്ടായിരിക്കും, ചിലപ്പോൾ ടാബ്ലറ്റ്സ് ആയിട്ടായിരിക്കും. എനിക്ക് ടാബ്ലറ്റ്സ് ആയിരുന്നു. പിന്നെ ഈ PCOD ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ടാബ്ലറ്റും എടുക്കണം. അപ്പോൾ എനിക്ക് ഫോളിക് ആസിഡാണ് സാധാരണ നമ്മളുടെ ഒരു 3 മന്ത്സിൽ പറയുന്നൊരു ഫോളിക് ആസിഡ് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ഇഷ്യൂ ഉള്ള കാരണം, ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഇതുള്ള കാരണം എനിക്ക് ഈ ഹോർമോൺ ടാബ്ലറ്റ്സും ഇത് എടുക്കണം എന്ന് പറഞ്ഞു, കാര്യങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഈ
സ്കാൻ കഴിയണ വരെ ഭയങ്കര ടെൻഷനായിരുന്നു. പ്രഗ്നൻസി വല്ലാത്ത സ്ട്രെസ്സ്. എനിക്ക് ഇത് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ദിവസം തൊട്ടിട്ട് ഈ ദിവസം വരെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു സ്ട്രെസ്സിൻ്റെ ഒരു അംശം പോലും ഇപ്പം എനിക്കില്ല. എനിക്ക് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി, ഞാൻ സ്ട്രെസ് അടിച്ചിട്ട് എന്ത് കാര്യം, ഒരു കാര്യവുമില്ല. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ ഹാപ്പിയുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ മാത്രമാണ് നമ്മുടെ കൊച്ചും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്നോട് അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പേടിക്കാനുള്ള ഒരു കാര്യമേ അല്ല, പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടിയും കെയർ എടുക്കണം. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നെ സെയിം പറയാം കേട്ടോ. അപ്പോൾ ഒരു 80% സ്ത്രീകൾക്ക് ഈ സബ് കോറിയോണിക് ഹെമറേജ് അങ്ങനെ പോവും. ഓക്കെ, ഈ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോവും. ഇത് ഓക്കെ പ്രശ്നമേ അല്ല എന്നല്ല, ചിലവർക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇതൊരു ഏറ്റവും പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു പ്രശ്നമല്ലാതെ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ കാര്യം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത് അല്ലേ. നമ്മൾ അതെ ഒരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്തിനാ ടെൻഷൻ ആവുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ല, കംപ്ലീറ്റ് 24 മണിക്കൂർ ബെഡിൽ തന്നെ കിടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ യാത്രകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും പോവരുത്, യാത്രകൾ ഫുള്ളായിട്ട് ഒഴിവാക്കണം. മരുന്നുകൾ ടാബ്ലറ്റ്സ് കറക്റ്റായിട്ട് എടുക്കണം, ഫുഡ് അതിനനുസരിച്ച് കഴിക്കണം. പിന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇരുന്നാൽ മതി. പുറത്തേക്കുള്ള എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ പോവുക, പിന്നെ കുനിഞ്ഞ സാധനങ്ങൾ എടുക്കുക, പിന്നെ ചിലവർ പണിയെടുക്കലുണ്ടാവും, അങ്ങനെ നിന്ന് പണിയെടുക്കരുത്. ഈ വാഷിംഗ് മെഷീനിൽ നിന്ന് ക്ലോത്ത്സ് എടുത്ത് അയലിലിടാൻ പോകരുത്. അപ്പം നമ്മൾ അങ്ങനത്തെ പണികളൊന്നും ചെയ്യരുത്, റെസ്റ്റ് തന്നെ വേണം. നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് 24 മണിക്കൂർ ബെഡ് കിടക്കൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പ്രഗ്നൻസി ഒരുപോലെ അല്ല. ഇപ്പം എനിക്ക് തന്നെ കമൻസ് വരുന്നുണ്ട്, ഇപ്പം നമ്മളുടെ പലവരെയും വീഡിയോസ് കാണുന്നുണ്ടാവും, അവർ ചിലപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, വീട്ടിൽ പണിയെടുക്കുന്നുണ്ടാവും, അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല, അവരുടെ ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കും. ചിലവർക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് എന്നൊന്നും പറഞ്ഞ് ഞാൻ എന്നെ വലിയൊരു പ്രശ്നമാക്കുന്നില്ല, ഇപ്പം ഞാൻ ഒരു പ്രശ്നമായിട്ട് കാണുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പറയുക, നമ്മൾ ബേബിക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് ഉമ്മ ഫുഡ് കറക്റ്റായിട്ട് എടുത്തു തരുന്നു, മെഡിസിൻസ് ഉമ്മ കറക്റ്റായി. അപ്പം എനിക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് മോർണിംഗും നൈറ്റും ഉണ്ട്, പിന്നെ ഈ PCODയുടെ ടാബ്ലറ്റ്സും ഉണ്ട്. അങ്ങനെയൊക്കെ എടുത്ത് നല്ലപോലെ റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പോയി. അതാ ഞാൻ വീഡിയോസ് ഒന്നും ഇടായിരുന്നത്. ഞാനപ്പോൾ എനിക്ക് കണ്ടെത്തിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇഷ്ടംപോലെ പെയിൻറ്റ് ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയാത്തൊരു പണിയാണ് പാട്ട് പാടുക. അപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പം എന്താ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുക, എപ്പോഴും കിടക്കാൻ പറ്റില്ല. അപ്പോൾ ബുക്ക് വായിക്കുക, എന്തെങ്കിലും സീരീസാണ്, പിന്നെ ചെയ്യുന്നതാണിത്. അപ്പം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു റെസ്റ്റാണ്. അപ്പം അതിലെനിക്കൊരു രസമായിട്ടുള്ള കാര്യം തോന്നി. കുറേ പേര് എന്നോട് പറഞ്ഞു പാട്ട് നന്നായിട്ടുണ്ട്, അത് പ്രോത്സാഹനമാണ്. എനിക്കറിയാം, ഞാൻ ഒരു പാട്ടുകാരിയൊന്നുമല്ല. അപ്പോൾ അവർക്കറിയാം ഇതൊരു പ്രഗ്നൻസി ടൈമിലാണ്, അപ്പം റെസ്റ്റ് പറഞ്ഞേക്കാം, ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്തോട്ട് അതിനുള്ള ശരിക്കും നമ്മൾ അങ്ങനെ വേണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ വേറെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ടോ, അയ്യോ ഇനി പാടരുത്, ജീവിതത്തിൽ പാടല്ലേ എന്നുള്ളത്. ഞാൻ ഇനി പ്രഗ്നൻ്റ് ആവാൻ പോകുന്ന അമ്മമാരോടും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരോടും ഞാൻ പറയണം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. വേറെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് മുമ്പ് ഇഷ്ടമുള്ളതൊന്നും എനിക്കിപ്പോൾ ഇഷ്ടമില്ല, അപ്പം നമ്മുടെ ഈ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആൾക്കാരാണ്. മൂഡ് സ്വിങ്സ് ആണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിലും ഇഷ്ടക്കേടുകളാണെങ്കിലും ഒക്കെ ഇതാ. ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഫുഡ് എനിക്ക് കഴിക്കാൻ തോന്നാറ്, ചില ദിവസങ്ങളിൽ എനിക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടക്കേടാണ്, ഫുഡ് ഇറങ്ങുന്നില്ല. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ കരയും കേട്ടോ, ഫുഡ് കഴിക്കാൻ പറ്റാത്തതില്ല, വേറെ ഒന്നുമല്ല, ഫുഡ് കഴിക്കാൻ ഇഷ്ടം തോന്നിയിട്ട് കഴിക്കും, പക്ഷെ എന്താ കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഇത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. പാട്ട് പാടിയൂടെ, ഡാൻസ് മറന്നേക്ക്. നിങ്ങൾ എന്താണോ ഡോക്ടർ പറയുന്നത്, നിങ്ങളെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് വേണം. മറ്റേ ആൾക്കാർ, നിങ്ങൾ വേറൊരു പ്രഗ്നൻറ്റ് ലേഡീസിനാകുമ്പോൾ അവർ നല്ല തുള്ളിച്ചാടി നടക്കുന്നു, അവർ ആക്റ്റീവാണ്, അവർ ജോലിക്ക് പോകുന്നു, അവർ യാത്ര ചെയ്യുന്നു, അവർ പണികൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞേക്കാണ് ഡോക്ടർ നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതന്നെ വേണം റെസ്റ്റ്. നമ്മൾ
നമ്മൾ കുറേയൊക്കെ എന്താ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്കോ നമ്മുടെ ബേബിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റണേന്ന്. നമ്മൾ ബാക്കിയൊക്കെ എന്താ പടച്ചോൻ്റെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു, ഡോക്ടർ പറഞ്ഞതൊക്കെ ചെയ്തു, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, എന്നിട്ടും എന്താണ് നമുക്ക് വിധിച്ചേക്കുന്നത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒന്നും സംഭവിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഇത് പറയാൻ പോകുന്ന വേറൊരു കാര്യമാണ്. ഞാനിങ്ങനായി. അപ്പോൾ എനിക്ക് പിന്നെ 3 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു അടുത്തൊരു സ്കാൻ പറഞ്ഞിട്ടുണ്ട്. 2.5 വീക്സ് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് അടുത്ത സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ. അതെനിക്കിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് ഈ ബ്ലീഡിങ് ഉള്ള കാരണം ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് കുറഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്കാൻ വേണം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 മന്ത്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു സ്കാൻ ഉള്ളൂ. ഇത് ഈ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്ലീഡിങ് കുറഞ്ഞോ എന്ന് നോക്കണ്ടേ, അപ്പോൾ സ്കാൻ വേണം. അങ്ങനെ ലാസ്റ്റ് വീക്കായിരുന്നു എൻ്റെ ആ സ്കാൻ ഉണ്ടായിരുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, തരി പോലും ബ്ലീഡിങ് ഇല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ബ്ലീഡിങ്ങേ ഇല്ല. ബ്ലീഡിങ് നിന്നു, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്ന ബ്ലീഡിങ് നിന്നു. പക്ഷെ എനിക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, തന്ന മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം, പക്ഷെ ബ്ലീഡിങ് നിന്നു. അതെനിക്ക് എന്ത് സമാധാനമുള്ളതായിരുന്നു. അപ്പം ഞാനും നിങ്ങളോട് പറയാണ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. ടെൻഷനേക്കാളും നമുക്ക് വേണ്ടത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ കുഞ്ഞും ഹാപ്പി ആയിരിക്കും. എന്താണോ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ചെയ്യുക. അതിനല്ലേ ഡോക്ടേഴ്സ് ഉള്ളത്. നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻറ്റോ ബാക്കിയുള്ളവരുടെ ഉപദേശമോ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ പറയുവാണ്, ബാക്കിയുള്ളവർ പറയാണ് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനല്ലേ, നീ എന്തിങ്ങനെ അല്ല, ഡോക്ടർ എന്ത് പറയണോ അത് ചെയ്യുക. ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻറ്റോ നമ്മളുടെ ഇതോ ആവശ്യമേ അവിടെ ഇല്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണം. അല്ലാണ്ട് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല കേട്ടോ. ഇപ്പം എൻ്റെ ബ്ലീഡിങ് ഫുള്ളായിട്ട് നിന്ന് എനിക്ക് സമാധാനമായി. ഞാൻ പക്ഷേ അതിന് ശേഷം സ്ട്രെസ് അടിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പാറി നടക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നു. ഓക്കെ. പിന്നെ എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞ ഫുഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് കഴിക്കരുതെന്ന് പറഞ്ഞു. സീ ഫുഡിൽ മീനുകളൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലത് ചാള, നെയ്മീനൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. കഴിക്കരുതെന്ന് പറഞ്ഞത് നമ്മളെ കൂന്തൾ, പിന്നെ ചെമ്മീൻ, ഞണ്ട്, ഇങ്ങനത്തെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഡേറ്റ്സ് ഞാൻ പറഞ്ഞു. ചീസ് കഴിക്കരുതെന്ന് പറഞ്ഞു. ചീസ് എപ്പോൾ പോകുമ്പോഴും ഡോക്ടർ പറയുന്നതാണ് ചീസ് കഴിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ മാക്സിമം പുറത്തത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ. വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക. കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് UTI എന്നുള്ളത്. അപ്പോൾ UTI വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. UTI വന്നാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളത് കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ എന്നോട് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. യെസ്. അപ്പം ഇത്രയേ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ റെസ്റ്റിലാണ്. ഡോക്ടറോട് പറഞ്ഞു ബ്ലീഡിങ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് തുള്ളിച്ചാടി നടക്കരുത് കേട്ടോ. റെസ്റ്റ് തന്നെ വേണം. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മൾ നിൽക്കണം. നമുക്ക് ഇപ്പം എനിക്ക് ട്രാവൽ ബാനൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞു 3 മന്ത്സ് കഴിയട്ടെ. 3 മന്ത്സ് ഇപ്പോൾ ആവുകയാണ്. എൻ്റെ 3 മന്ത്സേക്ക് ഇപ്പോൾ ആയി എന്ന് തന്നെ പറയാം. ഓക്കെ. 3 മന്ത്സ് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു നമ്മളുടെ സ്കാനിലൊക്കെ ഇതുപോലെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഡോക്ടേഴ്സ് പറയും നമ്മൾ ഫസ്റ്റ് 3 മന്ത്സ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയില്ലേ 3 മന്ത്സിൽ കഴിഞ്ഞിട്ട് എല്ലാവരും അനൗൺസ് തന്നെ ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുപോലൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ തരണം ചെയ്തിട്ട് വേണം പോകാമെന്ന് പറയുന്നത്. ഒരു അമ്മ ആവാന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. ഒരുപാട് തരണം. പക്ഷെ അതൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല, ഒരു രോഗമല്ല. നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഫേസാണ്. അത് മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളല്ല മറ്റൊരു പ്രഗ്നൻറ്റ് ലേഡീനെ കണ്ടിട്ട് അതൊരിക്കലും നമ്മളായിട്ട് കമ്പയർ ചെയ്യരുത്. അത് ഞാൻ ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ ഫാമിലി മെമ്പേഴ്സിനോടും കൂടിയിട്ടാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ പ്രസവിച്ച പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷനോ ആയിരിക്കില്ല മറ്റേ ആളെന്ന് പറയണത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനൊന്നും തീരെ ടയേർഡല്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആയിരിക്കുന്നില്ല. ഞാൻ നല്ല ടയേർഡാണ് രാവിലെ. പിന്നെ എനിക്ക് മെഡിസിൻസും ഉള്ള കാരണം ഞാൻ രാവിലെയൊക്കെ ഭയങ്കര കുറച്ച് ടയേർഡാണ് ഞാൻ, മെഡിസിൻസൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഇത് ക്ലിയർ ആയി നിൽക്കും. നിങ്ങൾക്ക് ഞാൻ PCOD ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് PCOD ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ ആ PCOD പ്രഗ്നൻസിയിലെ PCOD ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യണമെങ്കിൽ ഒന്ന് എന്നോട് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ അതൊരു ഡീറ്റെയിൽ വീഡിയോ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് അപ്പോൾ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, സ്പോട്ടിംഗ് ഒന്നും കാണിച്ചിരുന്നില്ല. കാരണം പുറത്തേക്ക് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ചിലവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. അതെനിക്കില്ലായിരുന്നു. എനിക്ക് ഉള്ളിലാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടും താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയാം. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കരുത്. നമ്മളും ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ. നമ്മളും ചില കാര്യത്തിൽ വളരെ ഇത് വെക്കണം അല്ലേ. എല്ലാം ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കരുത്.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ നിന്നേക്കുന്നത് ഇതുപോലെ തന്നെ പോയാൽ മതി. ഞാൻ ഹാപ്പി ആട്ടോ, ഞാൻ ഫുൾ പ്രഗ്നൻസി എൻജോയ് ചെയ്യുകയാണ്, ഞാൻ ചില്ലാണ്, ഞാൻ ഓക്കെയാണ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേടാ, ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.